ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ആ കിണ്ണങ്ങാച്ചിയ സ്വപ്നം വെളുത്ത് തൊടുത്തു നല്ല അലുവാ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. കുതിരനാരും പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. എന്ത് കുതിരെ കിട്ടിയില്ലേ അനുരാജ്? സംസാരിച്ച് വെറുപ്പിക്കാതെ ഡീലി നോക്കിയടാ. അയ്യോ സിനിമ കഴിഞ്ഞു വാ പോകാം. അയ്യോ സിനിമ കഴിഞ്ഞിട്ടില്ല കേട്ടോ, സിനിമ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളു ഗൈസ്. വയ്യ, ഉറക്കം വന്നിട്ട് വയ്യ. എൻ്റെ പൊന്നൽത്താഫെ, എൻ്റെ പൊന്നളിയ, നിങ്ങൾ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? സിനിമയാണോ ഉദ്ദേശിച്ച അതോ വല്ല നിങ്ങൾ നോളനെ പഠിച്ചതാണോ? മീൻസ് സാധാരണക്കാർക്ക് ഈ നോളൻ്റെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്ര കത്താറില്ല കേട്ടോ. കുറച്ചുകൂടെ ഐക്യു നിലവാരം കൂടിയ ആൾക്കാർക്ക് ഈ നോളൻ്റെ പടമൊക്കെ കത്താറുള്ളൂ. പിന്നെ വലിയ വലിയ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ പടങ്ങളുണ്ടല്ലോ, അതുപോലെ ഉണ്ട് കേട്ടോ ഞാനീ പടം കണ്ടിട്ട്. പക്ഷെ പുള്ളിയുടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് പടം എന്ന് പറഞ്ഞ കേട്ടോ വരുന്നത്. പക്ഷെ ഇത് കൊമേഴ്ഷ്യൽ പടം എന്ന് പറഞ്ഞിട്ട് ഇത് കൊമേഴ്ഷ്യലും അല്ല, അവാർഡും അല്ല. എന്നാലും നമ്മുടെ രംഗണ്ണൻ എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പൊന്ന് രംഗണ്ണ, നിങ്ങൾക്ക് ഇത്രയും വലിയ പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു അപരാധത്തിന് കൊണ്ട് തലവെച്ച എന്താണ്? ഞാൻ എന്തായാലും കുറച്ച് വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മുടെ ഓടും കുതിര ചാടും കുതിര സിനിമ കണ്ടാൽ ഉറങ്ങും പ്രേക്ഷകർ ഇത് കണ്ടത്. കണ്ടു കഴിഞ്ഞിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഈ സിനിമയുടെ കഥ എന്താന്നൊരു പിടി കിട്ടുന്നില്ല, ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്ന എന്താന്നൊരു പിടി കിട്ടുന്നില്ല. നമ്മുടെ ഫഹദ് ഫാസില് ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണി പ്രിയദർശന് പെട്ടെന്നൊരു എന്താ പറയണ്ടേ, ഒരു ഉൾവിളി അല്ലെങ്കിൽ ഒരു സംഭവം സ്വപ്നം കാണുന്നു. എനിക്കൊരു നല്ല വെള്ളക്കുതിരയുടെ പുറത്ത് കയറി ഒന്ന് കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെ ഒരു സ്വപ്നം. അത് കേട്ട് കാമുകിയുടെ അല്ലെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ആശ തീർക്കാൻ വേണ്ടിയിട്ട് ഫഹദ് ഫാസിൽ ഒരു കുതിരയും പിടിച്ചിട്ട് വന്ന് ആ കുതിരപ്പുറത്തും താഴെ വീണ് അങ്ങേര് കോമയിലായി പോവാണ് ഒരു കൊല്ലം. അയ്യോ, ഞാൻ ചിത്രകഥയെ പോലെ ഇങ്ങനത്തെ ഒരു ലോജിക്കില്ലാത്തൊരു കഥ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ ഒരു കൊല്ലം പോയിട്ട് ഒരു കൊല്ലം കോമയെന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ ഈ കല്യാണം നടത്താൻ പോകുന്നതും പിന്നെ ഈ പുള്ളി എന്തൊക്കെയോ കാണിക്കുന്നതൊക്കെയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സത്യമായിട്ടും. ഈ പുട്ടിന് പീര പോലെ ഇങ്ങനെ ചളിപ്പിങ്ങനെ കുത്തി കയറ്റുന്നുണ്ട്. എൻ്റെ അമ്മോ, അന്യായ പടമായി പോയി കേട്ടോ, അന്യായ പടം. എൻ്റെ പൊന്നെണ്ണ, എൻ്റെ അൽത്താഫ് അണ്ണ, നിങ്ങൾ തന്നെയാണ് ഈ ഞണ്ടുകട നാട്ടിൽ ഇടവേള ചെയ്തത്. വൻ ശോകമായിട്ടുണ്ട് കേട്ടോ, വൻ ശോകം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുതിര അലറുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഉറക്കത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എണീക്കും, ഒരു കാര്യമില്ല. പിന്നെ ഇടയ്ക്ക് ഓരോരോ മൂലക്ക് ഇരുന്ന ആൾക്കാർ ചിരിക്കുന്നില്ല. അത് നമ്മുടെ ലാലില്ലേ, തടിക്കാരൻ ലാലേട്ടൻ, ജംഗിളി റമ്മി ലാലേട്ടൻ. ആ ലാലേട്ടന്റെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു നുറുങ്ങു കോമഡി ഉണ്ട്. അത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു ചിരി വരും. അപ്പോഴാണ് നമ്മൾ തിയേറ്ററിലാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ബോധം വരുന്നത്. അല്ലാത്ത സമയം ഫുള്ള് ഉറക്കപ്പാ, നല്ല ഉറങ്ങാൻ പറ്റും. AC കയറിയിട്ട് നന്നായിട്ട് ഉറങ്ങുക. പിന്നെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ഇല്ലേ, പിന്നെ ക്യാമറ വർക്കൊക്കെ ഇല്ലേ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല പുത്തൻ ഉടുപ്പും നല്ല ഓർണമെന്റ്സും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു കല്യാണത്തിനൊക്കെ പോയ ഫീലുണ്ട് കാണാനായിട്ട്. പക്ഷേ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പം നിങ്ങളുടെ അടുത്ത് ഈ കഥയുടെ ഒരു സാരം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ, അല്ലേ കഥയുടെ ഒരു ചുരുക്കം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ കഥ മനസ്സിലാവണ്ടേ? എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, അവർക്കും വലിയ ഐഡിയ ഇല്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ ചിലരുടെ റിവ്യൂ ഒക്കെ ഞാൻ കണ്ട്, കൂടുതൽ റിവ്യൂ മോശമായിട്ടാണ് കണ്ടേ. ചിലരുടെ റിവ്യൂ കണ്ടു, നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ സിനിമയുടെ അഗാധങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂലങ്കഷമായി ചിന്തിച്ച് നമ്മുടെ ഫഫയും അതുപോലെ തന്നെ ഈ അൽത്താഫുമായിട്ട് ഒരു എന്താ പറയണ്ടേ, ഒരു അന്തർധാര ഉണ്ടാക്കണമെന്ന്. ഈ അന്തർധാര ഉണ്ടാക്കിയാലേ നമുക്ക് ഈ സിനിമയുടെ ലോജിക്ക് പിടികിട്ടൂ എന്നാണ് ചിലരൊക്കെ റിവ്യൂവിൽ പറയുന്നത് ഞാൻ കണ്ടേ. ഞാനിങ്ങനെ ഈ അന്തർധാര ഉണ്ടാക്കാൻ തിയേറ്ററിലിരുന്ന് ഒരുപാട് നോക്കി, ഒരു രക്ഷയില്ല. ആരുമായിട്ട് ഒരു അന്തർധാര സജീവമാക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഒരു
സെക്കൻഡ് ഹാഫ് കുറച്ച് പോപ്കോൺ മേടിച്ച് തിന്നു. കയറിയതിനെങ്കിലും നമുക്ക് ചെലവാകണ്ടേ? അത് കാശ് പോപ്കോണിന് പോക്കാം. എന്ത് ചെയ്യാനാ സംഭവം. എന്തായാലും ഓണത്തിന് 2 പടം ഇറങ്ങിയായിരുന്നു, ലോക, അതുപോലെ നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം. ഈ പിന്നെ നമ്മൾ ഈ അണ്ടി വറുത്തത്, മീൻസ് കപ്പലണ്ടി മേടിക്കില്ലേ, കപ്പലണ്ടി മേടിക്കുമ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു പേട്ടണ്ടി ഉണ്ടാവും, ഒരു മോശം അണ്ടി ഉണ്ടാവും. ആ അണ്ടി കഴിച്ചു കഴിഞ്ഞാൽ ആ മൊത്തം കഴിച്ചതിൻ്റെ ടേസ്റ്റും പോവും. അമ്മാതിരി വെറുപ്പിക്കലൊരു സാധനമായിരിക്കും അത്, അമ്മാതിരി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ 2 സിനിമ കണ്ടിട്ട്, ഈ ഹൃദയപൂർവ്വവും ലോകയും കണ്ട് നമ്മളിങ്ങനെ സുഖമായിട്ട് വന്നിട്ട് 3ാമത് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് പേട്ടന്റ് കഴിച്ച അനുഭവം കേട്ടോ. വെറുതെ ഒരു സിനിമയെ തകർക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പറയുന്നതല്ല, വല്ലാത്ത ഗതികെട്ട അനുഭവമായിരുന്നു. പിന്നെ നമുക്ക് അത്ര വലിയ ഐക്യ നിലവാരമൊന്നും ഇല്ല കേട്ടോ അത് മനസ്സിലാക്കാൻ. സിനിമ കാണാൻ തിയേറ്ററിലോട്ട് പ്രേക്ഷകർ എന്തിനാ വരുന്നത്? അവർക്ക് ഈ ഓണക്കാലം അല്ലെങ്കിൽ ഓണക്കാലം പോട്ടെ, നോർമൽ ആണെങ്കിൽ ചുമ്മാ നമ്മളൊന്ന് റിലാക്സ് ചെയ്യണം. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഒരു 2.5 മണിക്കൂർ ഒന്ന് റിലാക്സ് ചെയ്യണം. കാരണം നമ്മൾ ഇപ്പം അവർ പറയും, സിനിമക്കാർ പറയും, ഞങ്ങൾ 10-15 കോടി അടുത്തുള്ള സിനിമയാണ്, നിങ്ങളിതിങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് നശിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര പേരുടെ കഞ്ഞുകൂടി മുട്ടുന്ന, പ്രൊഡ്യൂസിന് എത്ര നഷ്ടമാണ്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നമ്മൾ സാധാരണക്കാർക്ക് കിട്ടുന്ന വരുമാനം ഡെയിലി 200 രൂപ 300 രൂപയൊക്കെ ആയിരിക്കും. ഒരു സിനിമ ടിക്കറ്റ് എടുക്കണം 150-200 രൂപ. ഒരു കാർ ഓടിച്ച് വരുന്നതിനിടെ പാർക്കിംഗ് ഫീസ് വേറെ. ഇനി അതല്ല, ഒരു പോപ്കോൺ മേടിക്കണ വേറെ. ഫാമിലി ആയിട്ട് വന്ന 1000 രൂപ പോക്കാ. അപ്പൊ നമ്മൾ 2-3 ദിവസം ശമ്പളം എടുത്തിട്ടാ മിസ്റ്റർ ഒരു സിനിമ കാണുന്നത്. ഇമാതിരി കോപ്രായൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രതികരിക്കും, നമ്മൾ പറയും. നമുക്കില്ലേ ഉൾപ്പുളകമൊന്നുമല്ലല്ലോ ഈ സിനിമ കണ്ടിട്ട് കിട്ടുന്നത്. നമുക്ക് വിഷമമുണ്ട്, ഇത്രയും കാശ് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ. അപ്പൊ നിങ്ങൾ പറയും, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വരുന്നതെന്ന്? കഷ്ടപ്പെട്ട് വരും. നിങ്ങളല്ലേ പ്രൊമോഷനിലൊക്കെ കയറിയിരുന്നത്, മറ്റേ പടവ ഈ പടവ വലിയ സംഭവമാന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ വരും, സിനിമ കാണാൻ വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇമ്മാതിരി ചാത്തം പിടിച്ച മലങ്കൾട്ട്, കോക്കിന്റെ ഭാഷയും പറഞ്ഞ മലങ്കൾട്ട് പടങ്ങളൊന്നും എടുക്കരുത്. ഇതെന്നാ, എന്തൊരു പടമാണ് ഫഹദ് ഫാസിലിന്റെ ഇത്ര മോശപ്പെട്ട ഒരു പടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല കേട്ടോ. എന്നാലും അൽത്താഫിന് എന്ത് പറ്റിയെന്ന് ഞാൻ വിചാരിച്ച്. ഫഹദ് ഫാസിൽ എങ്ങനെയാണ് ഈ സിനിമ ഈ സിനിമ കമ്മിറ്റ് ചെയ്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയാ സംഭവം കൺവിൻസ് ചെയ്തെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ഒരു രക്ഷയില്ല. അതും പോരാഞ്ഞിട്ട് എൻ്റെ ഇതിൽ കുറെ വേറെ ക്യാരക്ടറുണ്ട്. ധ്യാൻ ശ്രീനിവാസനും സ്വന്തം പടങ്ങൾ ബോംബെറിഞ്ഞ് പൊട്ടിക്കുന്ന പോരാഞ്ഞിട്ട് ഇവിടെ ഫഹദ് ഫാസിൽ, അത്യാവശ്യം റീച്ചായി നിൽക്കുന്ന ഫഹദ് ഫാസിലിനെ ബോംബെറിഞ്ഞ് കൊല്ലാനായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വന്ന് കുറെ ബോംബ് വിട്ട് നശിപ്പിച്ച് ആ പുള്ളിയുടെ കുറെ ക്ലീശ പ്രണയ സീനോ എന്തൊക്കെയോ കാണിച്ച് നശിപ്പിച്ച് പോയിട്ടുണ്ട്. അതങ്ങനൊരു സംഭവം. പിന്നെ നമ്മള് ഈ തുടക്കത്തിൽ നിന്ന് ഇത് നമ്മുടെ ഫഹദ് ഫാസിലെ ലാല് അച്ഛനായിട്ടാണ്, ചേട്ടനോ അനിയനെങ്ങാണ്ടായിട്ടാണ് നമ്മുടെ വിനയ് ഫോട്ടോ. വിനയ് ഫോട്ടോക്ക് എന്താ കാണിക്കുന്നത് എൻ്റെ അമ്മോ! ഡ്രാമ കളിക്കുവാണ്. പുള്ളിയുടെ കോമഡിയൊക്കെ എന്താ അരാജകം, അൾട്ടർ വേസ്റ്റ് കോമഡി. എങ്ങനെ കണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന്. വിനയ് ഫോട്ടോ നല്ല നടനാണ് കേട്ടോ, നല്ല നടൻ, നല്ല ആക്ടിങ് കപ്പാസിറ്റി ഉള്ള നടനാണ്. പക്ഷെ എന്തിനാ ഇങ്ങമാതിരി വളിപ്പൊക്കെ കയറി അഭിനയിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ഇയാളോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കോമഡി ചെയ്താൽ അടിപൊളിയാവും. നമ്മൾ ഈ പ്രേമത്തിലെ മറ്റേ PT മാഷില്ലേ, അതിനകത്ത് ചളി അടിക്കുന്നില്ല. അത് കാണുമ്പോഴെങ്കിലും നമുക്ക് ചളിയാണെന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും കോമഡി വരുന്നുണ്ട്. ഇത് കോമഡിയാന്ന് പറഞ്ഞ കോമഡി ചെയ്തിട്ട് എന്തൊരു വെറുപ്പിക്കലാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആകെ ഇതിനകത്ത് കുറച്ച് ആശ്വാസമുള്ള ലാൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കുറച്ച് കോമഡി പറയുന്നുണ്ട് കേട്ടോ. ആ പോഷൻ മാത്രം കൊള്ളാം, ബാക്കി ഒഴിച്ച് എല്ലാം ബെസ്റ്റ്. ക്യാമറ വർക്ക് കൊള്ളാം, പിന്നെ കോസ്റ്റ്യൂംസും ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന അത്യാവശ്യം നല്ല വെടിപ്പ് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടുണ്ട്, ആ പാട്ട് അത്യാവശ്യം കൊള്ളാം. ബാക്കി സിനിമ നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ വൻ പരാജയമാണ് ഗൈസ്, വൻ പരാജയം. അത് തന്നെയല്ല, എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് നമ്മൾ മരവിച്ചിരിക്കുകയാണ്. ഈ വറുതിന്ന് എരിചട്ടിയിലോട്ട് പോകുമെന്ന് പറയില്ലേ, അതുപോലെ സെക്കൻഡ് ഹാഫിൽ ഈ നമ്മൾ വറുതിയിൽ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ട് വറുചട്ടിയിലോട്ടൊക്കെ നമ്മളെ പിടിച്ചിടും. പിന്നെ പുള്ളിയുടെ കുറെ പ്രഹസനമാണ്. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ മനസ്സ് മരവിച്ച്, ഓടും കുതിര ചാട്ടും കുതിര, ഈ പടം കണ്ടാൽ വീഴും പ്രേക്ഷകർ, അങ്ങനെ വേണം പറയാൻ. വല്ലാത്ത ചതിയായിപ്പോയി ഗൈസ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, ഓണത്തിന് ഈ സിനിമകളൊക്കെ എല്ലാവരും കാണാറുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ഓടും കുതിര ചാടും കുതിര കാണണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ഓടും കുതിര ചാടും കുതിര പോയി കാണുക.
അതിനുശേഷം നിങ്ങൾ ലോക കാണുക, അതിനുശേഷം നിങ്ങൾ ഹൃദയപൂർവ്വം കാണുക. ഈ ഒരു പാറ്റേണിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓണക്കാലം അടിപൊളിക്കാം. കാരണം ആദ്യ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേറ്റന്റ് കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കശുവണ്ടി നമ്മുടെ കടല മരത്ത് ചട്ടിയിലിട്ടടിക്കുന്ന കടല മേടിക്കില്ല, അതിൽ ആദ്യം നമ്മൾ ആ പേറ്റന്റ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളത് മറക്കും. പിന്നെ ബാക്കിൽ നല്ല കപ്പലണ്ടി വരും. അപ്പം നിങ്ങൾ നല്ല കപ്പലണ്ടി തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു പേറ്റണ്ടി കിട്ടുന്നതിലും ഭേദമല്ല ഈ ആദ്യം തന്നെ ഒരു പേറ്റണ്ടി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ കയ്പും മറ്റേ ടേസ്റ്റും ഒക്കെ മാറിപ്പോകുമ്പോഴേക്ക് നല്ല അണ്ടി വരും, നല്ല പേറ്റണ്ടി വരും, നല്ല കപ്പലണ്ടി വരും. അത് നിങ്ങൾ കഴിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഓണക്കാലം അടിപൊളിയാക്കാം. ആദ്യം പോയി നിങ്ങൾ കാണണം നിർബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് കാണുക നമ്മളുടെ ഫഹദ് ഫാസിലിന്റെ മാസ്. ഫഹദ് ഫാസിൽ മോശമായിട്ട് അഭിനയിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്ക് കൊടുത്ത വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ എനിക്ക് മനസ്സിലായില്ല, അൽത്താഫ് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പൊന്നടിയാ ഇമാതിരി പടമൊന്നും വെച്ചോണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടം ചില സിനിമകളുടെ ക്ലൈമാക്സ്, ചുരുളിയുടെ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് കൺഫ്യൂഷൻ വന്നില്ലേ. പക്ഷെ അത് കുറച്ച് കണ്ടൊക്കെ ഇരിക്കാം. ഇതെങ്ങനെയാണ്, ഇത് മൊത്തം ത്രൂ ഔട്ട് കൺഫ്യൂഷനാണ്. എന്താ സംഭവം, എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് അത്ര വലിയ ഐക്യ നിലവാരമൊന്നുമില്ല, സാധാരണ ആൾക്കാരല്ലേ. വലിയ നിങ്ങൾക്ക് അത്ര വലിയ ഐക്യ നിലവാരമുള്ളവരാണ് വല്ല എന്താ പറയണ്ടേ ഐസക് ന്യൂട്ടനെ ഒക്കെ കൊണ്ടിരുത്തി വെച്ചിട്ട് ഈ സിനിമ കാണിക്കണം. ഇത് നോർമൽ പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഈ സിനിമ ഇറക്കി വിടല്. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഓരോ ഇന്ന് ചിന്തിക്കാൻ പറ്റും, അല്ലേ തന്നെ നമുക്ക് ലൈഫ് മൊത്തം ചിന്തിക്കാനും ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങൾ. അതിനിടയ്ക്ക് നിങ്ങളുടെ സിനിമയും കൂടെ കാണാൻ വന്നിട്ട് അവിടെ ഇരുന്ന് തലച്ചോറ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമല്ലേ അൽത്താഫണ്ണ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മര്യാദയൊക്കെ വേണ്ടേ. ഓടും കുതിര ചാടും കുതിര, അതിന് വല്ലാത്ത കിളി പോയി. അത് ഒരു കാര്യം ഇവിടെ പറയട്ടെ, കല്യാണി പ്രിയദർശൻ എൻ്റെ അമ്മോ ലോകയില് വേറെ ലെവലാട്ടോ കല്യാണി പ്രിയദർശൻ. അന്യായ ഒരു നടിയാട്ടോ, ഇടിവെട്ട്. നമ്മൾ ഈ കണ്ണ് കൊള്ളരുതെന്ന് പറയില്ലേ, നന്നായി നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ണ് കൊള്ളാതിരിക്കാനായിട്ട് വെക്കില്ലേ, അതുപോലെയാണെന്ന് തോന്നുന്നു ഈ സിനിമ സെറ്റ് ചെയ്തേക്കുന്നത്. ലോകയിലങ്ങ് ഹൈപ്പിൽ പോകുമ്പം കണ്ണ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയിൽ നായികയായിട്ടുണ്ട്. അപ്പം ബാലൻസ് ആയിട്ട് പോവുകയും ഒരു സൈഡിൽ കയറി പോവുകയും ചെയ്യും, മറ്റേ സൈഡിൽ കണ്ണ് കൊള്ളാതെ ഒരു സംഭവം, ഒരു കോലം വെച്ചിട്ടുണ്ട്. അമ്മാതിരി അവസ്ഥ കല്യാണി പ്രിയദർശൻ്റെ ഈ സിനിമയിലെ. ഇതൊക്കെ എങ്ങനെ ഈ ആൾക്കാരെ കൺവിൻസ് ചെയ്തിരിക്കാതാന്ന്. ഞാൻ അടുത്ത കാലത്തൊന്നും ഇമാതിരി വെറുപ്പിച്ചൊരു പടം കണ്ടിട്ടില്ല കേട്ടോ. ഒരു മര്യാദയൊക്കെ വേണ്ടേ, ചെറിയ പരിപാടിയല്ലെന്ന്. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കഥ. നമ്മൾ എത്ര ചാത്തം പടം ആണേലും നമുക്ക് മനസ്സിലാവില്ല ഇവന്മാരെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് അവിടെ ഇവിടെ മറ്റേ ഏച്ചു കെട്ടിയ കയറ് പോലെ അവിടെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടപ്പാ. അതാ എനിക്ക് മനസ്സിലാവാതെ. ഒരു മര്യാദ ഇല്ലാത്തൊരു പടം, കയ്യിരിക്കുന്ന കാശും പോയി. പിന്നെ ആകെ ഇപ്പൊ നാട്ടിൽ ചൂടുകാലമായിരുന്നെങ്കിൽ നമുക്ക് ആ AC കിടന്ന് ഉറങ്ങിയെന്നെങ്കിലും നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പം മഴക്കാലം കൂടെയാണ്, മഴയും കൂടെ, അത് കാരണം AC വലിയ കാര്യമില്ല. അപ്പൊ അവിടെയും പരാജയം, മൊത്തത്തിൽ തോൽവിയായി പോയി. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പോയിട്ട് ഹൃദയപൂർവ്വമാണ് കേട്ടോ ഉണ്ടേ. നല്ല ലൈറ്റായിട്ട് സമാധാനമായിട്ട് വരാൻ പറ്റിയ ഒരു മൂവിയായിരുന്നു. പിന്നെ പോയിട്ട് ലോകം കണ്ടു. ഇപ്പൊ ഒന്നൊന്നര മൂവി. പിന്നെ പോയിട്ടാണ് ഞാൻ ഈ പടം കണ്ടേ, ഓടും കുതിര ചാടും കുതിര. അത് കണ്ടതോടുകൂടി മറ്റേ 2 പടവും മനസ്സിൽ നിന്ന് പോയി. ഈ പടം നമുക്കൊരു ട്രോമ പോലെ അടിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ആദ്യം നിങ്ങൾ പോയി ട്രോമയിൽ ചാട്. ആ ട്രോമ ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് മറ്റേ 2 പടങ്ങൾ നിങ്ങളെ സഹായിക്കും. ലോക കണ്ടു കഴിയുക, ആ രണ്ടാമത് ലോക കാണുക. അപ്പം നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് എനർജി ആവും. പിന്നെ നിങ്ങൾ ഹൃദയപൂർവ്വത്തിന് പോവുക. ഹൃദയപൂർവ്വം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈറ്റായിട്ട് മനസ്സന്തോഷത്തോടു കൂടി ഫാമിലിയായിട്ടൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് ചിരിച്ച് ഒരു നല്ല കുറച്ച് ഇമോഷണലായി കണ്ണൊക്കെ നിറഞ്ഞ് സമാധാനമായിട്ട് വരാം. അപ്പം നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. ആ ഓണക്കാലം ഒന്ന് പൂർത്തിയാവും. പിന്നെ നിങ്ങൾ പോയിട്ട് നമ്മുടെ ഓണം വരുമ്പോൾ ഒരു സദ്യയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഓണക്കാലം ടപ്പേ ക്ലോസ്. ഈ ഓണക്കാലം സെറ്റപ്പ് ആക്കാം. പിന്നെ വേറൊരു പടം കൂടെ വന്നിട്ടുണ്ട്, മേനെ പ്യാർ കിയ. അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം, ഇതിൻ്റെ കൂടെ പറയുന്നില്ല, കാരണം അതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അത് സെപ്പറേറ്റ് ഞാൻ പറയുന്നുണ്ട്. ഇത് ഇന്നലെ മുതൽ ഒരുപാട് റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ചു നേരം ഉറങ്ങാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി കാണാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒരുപാട് കല്യാണമൊക്കെ കഴിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, കല്യാണം കഴിച്ച് കുടുംബത്തിൽ സമാധാനം കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. എവിടെയെങ്കിലും ടൂർ പോയാൽ മതി, അല്ലെങ്കിൽ ഭാര്യയൊക്കെ ഒന്ന് മാറ്റിയിട്ട്
തന്നെ സിംഗിളായിട്ട് ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാവല്ലോ കുറേ സമാധാനത്തിന് വേണ്ടി. അങ്ങനെയുള്ളവരൊക്കെ ദൂരെ ടൂർ പോകാൻ കാശ് സംഭവം സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപ മുടക്കിയിട്ട് തിയേറ്ററിലോട്ട് പോയ 2.5 മണിക്കൂർ സുഖമായിട്ട് അതിനകത്ത് കിടന്നുറങ്ങാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുതിര വന്നിട്ട് എന്ന് പറയും. അപ്പം നിങ്ങളുടെ ഉറക്കം ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആവുകയുള്ളൂ. ബാക്കി നിങ്ങൾക്ക് വേറെ ആരുടെ ശല്യമൊന്നും ഇല്ലാതെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഒരുപാട് ആളൊന്നും കാണാൻ വഴിയില്ല തിയേറ്ററിൽ. അപ്പോൾ നല്ല സുഖമായിട്ട് അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം.